സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. ഖുറൈശികളുടെ ഒരു ഉത്സവം വിട്ടുനിന്ന് വീക്ഷിക്കുകയാണ് സഈദിൻ്റെ പിതാവ് സെയ്ദ്. ആഡംബര വിഭൂഷിതരായി പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അവിടെ തിങ്ങിക്കൂടിയിട്ടുണ്ട്. പണക്കാർ കന്നുകാലികളെ ചമയിച്ചു കൊണ്ടുവരുന്നു വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കാൻ. നിരർത്ഥകമായി ചടങ്ങ് സെയ്ദിനെ ചിന്താകുലനാക്കി. കഅബയുടെ ചുമർ ചാരി നിന്ന് അദ്ദേഹം ഖുറൈശികളോട് പ്രസംഗിച്ചു. ആടിനെ സൃഷ്ടിച്ചത് അല്ലാഹു, അത് കുടിക്കുന്നത് അവൻ ആകാശത്തു നിന്ന് ഇറക്കിയ വെള്ളം, അത് തിന്നുന്നത് അവൻ മുളപ്പിച്ച പുല്ല്. എന്നിട്ട് നിങ്ങളതിനെ അന്യർക്ക് ബലി കൊടുക്കുന്നു. നിങ്ങൾ വിവരമില്ലാത്ത സമൂഹം തന്നെ. ഈ സമയം അദ്ദേഹത്തിൻ്റെ പിതൃവ്യനും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവുമായ ഖത്താബ് ചെന്ന് മുഖത്ത് ഒരടി കൊടുത്തിട്ട് ഇപ്രകാരം ഗർജിച്ചു: നശിച്ചവൻ, കുറച്ചു കാലമായി നിന്റെ ഈ ബോഷ്ക്ക് ഞങ്ങൾ കേൾക്കുന്നു. ഞങ്ങളുടെ ക്ഷമ നശിച്ചു. അയാൾ ബഹുജനങ്ങളെ സെയ്ദിനെതിരിൽ ഇളക്കിവിട്ടു. ശല്യം സഹിക്കവയ്യാതെ അദ്ദേഹം മക്കയിൽ നിന്ന് കുടിയൊഴിഞ്ഞ് ഹിറാ മലയിൽ താമസമാക്കി. സെയ്ദ് മക്കയിൽ കടക്കുന്നത് തടയാൻ ഖത്താബ് ഏതാനും ഖുറൈശി യുവാക്കളെ ഏൽപ്പിച്ചിരുന്നതിനാൽ രഹസ്യമായിട്ടേ അദ്ദേഹത്തിന് അവിടെ കാലുകുത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. ആയിടക്ക് സെയ്ദ് ഖുറൈശികൾ അറിയാതെ വറഖത്ത് ഇബ്നു നൗഫൽ, അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ്, ഉസ്മാൻ ഇബ്നു ഹാരിസ്, അബ്ദുൽ മുത്തലിബിൻ്റെ മകൾ ഉമൈമത്ത് എന്നിവരെ സന്ദർശിച്ചു. അറബികളുടെ ദുർമാർഗത്തെയും ദുരവസ്ഥയെയും കുറിച്ച് അവർ ചർച്ച ചെയ്യുന്നതിനിടയിൽ സെയ്ദ് പറഞ്ഞു: നിങ്ങളുടെ ജനങ്ങൾക്ക് ഒരടിസ്ഥാന തത്വവുമില്ല. ഇബ്രാഹീമിൻ്റെ മതത്തിൽ നിന്ന് അവർ വഴിതെറ്റി. അതുകൊണ്ട് രക്ഷ കിട്ടണമെങ്കിൽ വേറെ ഒരു മതം നിങ്ങൾ കണ്ടെത്തണം. ചർച്ചയുടെ ഫലമായി യഥാർത്ഥ ഇബ്രാഹിം മതം തേടി 4 പുരുഷന്മാരും ജൂത ക്രൈസ്തവ വേദക്കാരായ പുരോഹിതന്മാരെ അന്വേഷിച്ച് പുറപ്പെട്ടു. വറഖത്ത് ഇബ്നു നൗഫൽ ക്രിസ്തുമതം വിശ്വസിച്ചു. അബ്ദുല്ലാഹിബ്നു ജഹ്ഷിനും ഉസ്മാനിബ്നു ഹാരിസിനും ഒരു തീരുമാനത്തിലും എത്താൻ കഴിഞ്ഞില്ല. സെയ്ദിനാകട്ടെ വ്യത്യസ്തമായ ഒരു കഥയാണുണ്ടായിരുന്നത്. അദ്ദേഹം തന്നെ അത് വിവരിക്കുന്നു: ഞാൻ ജൂതമതത്തെയും ക്രിസ്തുമതത്തെയും കുറിച്ച് മനസ്സിലാക്കി. ആത്മശാന്തി കണ്ടെത്താൻ കഴിയാതിരുന്നതിനാൽ അതെനിക്ക് സ്വീകാര്യമായില്ല. ഇബ്രാഹീമിൻ്റെ മാർഗം അന്വേഷിച്ച് ഞാൻ പല നാടുകളിലും കറങ്ങി. ഷാമിലെത്തിയപ്പോൾ വേദജ്ഞാനമുള്ള ഒരു യോഗി അവിടെയുണ്ടെന്ന് കേട്ടു. അയാളുടെ അടുത്ത് ചെന്ന് ഞാൻ എൻ്റെ വർത്തമാനം കേൾപ്പിച്ചു. ഇബ്രാഹീമിൻ്റെ മതമാണ് നിനക്ക് വേണ്ടതല്ലേ? അദ്ദേഹം ചോദിച്ചു. അതെ, അത് തന്നെ. നീ അന്വേഷിക്കുന്ന മതം ഇന്ന് നിലവിലില്ല. പക്ഷേ നീ നിൻ്റെ സ്വദേശമായ മക്കയിൽ പോകണം. ഇബ്രാഹീമിൻ്റെ മതത്തിൻ്റെ പുനഃസ്ഥാപനാർത്ഥം നിന്റെ വർഗത്തിൽപ്പെട്ട ഒരു പ്രവാചകനെ ദൈവം നിയോഗിക്കും. അപ്പോൾ അദ്ദേഹത്തെ നീ പിന്തുടരുക. വാഗ്ദത്ത പ്രവാചകനെ കണ്ടെത്താൻ സെയ്ദ് ധൃതിപ്പെട്ട് മക്കയിലേക്ക് മടങ്ങി. അദ്ദേഹത്തിൻ്റെ യാത്രാമധ്യേയാണ് സന്മാർഗവുമായി മുഹമ്മദ് നബിയെ അള്ളാഹു നിയോഗിച്ചത്. പക്ഷേ സെയ്ദിന് പ്രവാചകനെ കാണാൻ ഭാഗ്യമുണ്ടായില്ല. മക്കയിലെത്തും മുമ്പ് ഒരു കൂട്ടം കൊള്ളക്കാർ അദ്ദേഹത്തെ ആക്രമിച്ചു കൊന്നുകളഞ്ഞു. അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സത്യാന്വേഷി ദൃഷ്ടികളുയർത്തി പ്രാർത്ഥിച്ചു: അല്ലാഹുവേ, ആ ഭാഗ്യം എനിക്ക് നീ നിഷേധിച്ചു. എന്നാൽ എൻ്റെ മകൻ സഈദിന് അത് നിഷേധിക്കരുതേ. സെയ്ദിൻ്റെ പ്രാർത്ഥന ഫലിച്ചു. പ്രവാചകൻ പ്രബോധനം ആരംഭിച്ച് അധികം കഴിഞ്ഞില്ല, സഈദ് റളിയല്ലാഹു അൻഹു വിശ്വസിച്ചു. ഖുറൈശികളുടെ അന്ധവിശ്വാസങ്ങളെ എതിർത്തൊരു കുടുംബത്തിലാണല്ലോ അദ്ദേഹം ജനിച്ചത്. വളർത്തിയതാകട്ടെ സത്യാന്വേഷിയായ ഒരു പിതാവും. സഈദ് റളിയല്ലാഹു അൻഹു തനിച്ചായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരിയുമായ ഫാത്തിമയും ഇസ്ലാം സ്വീകരിച്ചു. ഖുറൈശികളുടെ മർദ്ദനങ്ങൾക്ക് ഈ യുവാവും ഇരയാകേണ്ടി വന്നു. പക്ഷേ അദ്ദേഹത്തെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഖുറൈശികൾക്ക് കഴിഞ്ഞില്ല. അതേസമയം ധീരപരാക്രമിയായ ഒരാളെ അവരുടെ കൂട്ടത്തിൽ നിന്ന് അടർത്തിയെടുക്കാൻ സഈദിനും ഭാര്യയ്ക്കും കഴിഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മനപരിവർത്തനത്തിന് ഈ ദമ്പതികളായിരുന്നു കാരണം. സത്യവിശ്വാസിയാകുമ്പോൾ 20 കഴിയാത്ത സഈദ് യൗവനം മുഴുവൻ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിച്ചു. ബദറിലൊഴിച്ച് എല്ലാ യുദ്ധങ്ങളിലും പ്രവാചകനോടൊപ്പം അദ്ദേഹം ഭാഗവാക്കായി. പ്രവാചകന്റെ വിയോഗാനന്തരം തൻ്റെ ചുമതലയിൽ നിന്ന് അദ്ദേഹം മാറി നിന്നില്ല. കിസ്രായുടെയും കൈസറിൻ്റെയും സാമ്രാജ്യങ്ങളോട് മുസ്ലിങ്ങൾ നടത്തിയ ഘോരവും ദീർഘവുമായ യുദ്ധപരമ്പരകളിൽ പങ്കെടുത്ത് അദ്ദേഹം ധീരമായി പടവെട്ടി. യർമൂക്ക് യുദ്ധത്തിൽ അദ്ദേഹം പ്രകടിപ്പിച്ച ധീരത അസാമാന്യമായിരുന്നു.
പിന്നീട് ദമസ്കസ് വിമോചനത്തിലും സഈദ് ബിൻ സെയ്ദ് പങ്കെടുത്തു. മുസ്ലിങ്ങൾ അത് കീഴടക്കിയപ്പോൾ അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് അദ്ദേഹത്തെ അവിടുത്തെ ഗവർണറായി നിശ്ചയിച്ചു. ദമസ്കസിൽ ഭരണം നടത്തിയ ആദ്യത്തെ ഗവർണർ സഈദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഉമയ്യാക്കളുടെ ഭരണകാലത്ത് സഈദ് ബിൻ സെയ്ദിനുണ്ടായ ഒരു അനുഭവം വളരെ കാലം മദീനയിൽ സംസാര വിഷയമായിരുന്നു. തൻ്റെ കുറച്ച് സ്ഥലം സഈദ് കയ്യേറി സ്വന്തം ഭൂമിയോട് കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്ന് ഉവൈസിൻ്റെ മകൾ അർവ ആരോപിച്ചു. അവളിത് പറഞ്ഞു പരത്തുക മാത്രമല്ല, മദീന ഗവർണർ മർവാൻ ബിൻ ഹക്കമിൻ്റെ മുമ്പാകെ കേസ് കൊടുക്കുകയും ചെയ്തു. ഇതിനെപ്പറ്റി തെളിവെടുക്കാനും സഈദിൻ്റെ മൊഴി രേഖപ്പെടുത്താനും മർവാൻ ഉദ്യോഗസ്ഥന്മാരെ അയച്ചു. ഈ ആരോപണം പ്രവാചകന്റെ അനുഗാമിയായ സഈദിന് സഹിച്ചില്ല. വേദനയോടെ അദ്ദേഹം ചോദിച്ചു, ഞാൻ അവളെ ദ്രോഹിക്കുമെന്ന് അവർ കരുതുന്നുണ്ടോ? ഒരു ചാൺ ഭൂമി അന്യായമായി ഒരാൾ കൈയടക്കിയാൽ അന്ത്യദിനത്തിൽ അതിന് 7 ഭൂമി കൊണ്ട് അവന് മാലയിടുമെന്ന് തിരുനബി അരുളിയത് കേട്ട് എനിക്കെങ്ങനെ ഇത് ചെയ്യാൻ കഴിയും? പടച്ചവനെ, ഞാൻ ഉപദ്രവിച്ചുവെന്ന് അവൾ ആരോപിക്കുന്നു. അത് വ്യാജമാണെങ്കിൽ അവളെ കുരുടത്തിയാക്കി അവളുടെ പറമ്പിലുള്ള കിണറ്റിൽ വീഴ്ത്തി എൻ്റെ നിരപരാധിത്വം തെളിയിക്കുകയും ഞാൻ ദ്രോഹിച്ചില്ലെന്നുള്ളതിനുള്ള സത്യവിശ്വാസികൾക്ക് തെളിവ് കാട്ടിക്കൊടുക്കുകയും ചെയ്യണമേ. അധികനാൾ കഴിഞ്ഞില്ല, ആ പ്രദേശം വെള്ളത്തിൽ മുങ്ങി. തർക്കത്തിലിരിക്കുന്ന അതിര് വ്യക്തമായി കാണപ്പെട്ടു. സഈദിൻ്റെ ഭാഗത്താണ് സത്യമെന്ന് എല്ലാവർക്കും ബോധ്യമായി. 1 മാസമായപ്പോഴേക്കും കാഴ്ച നഷ്ടപ്പെട്ട ആ സ്ത്രീ ഒരു ദിവസം പറമ്പിലെ കിണറ്റിൽ വീണു. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ അർവയെ കുരുടത്തിയാക്കിയതുപോലെ അള്ളാഹു നിന്നെ കുരുടനാക്കട്ടെ എന്ന് ഒരാൾ മറ്റൊരാളോട് പറയുന്നത് കേൾക്കാറുണ്ട്. ഇവിടെ അത്ഭുതത്തിന് വഴിയില്ല. മർദ്ദിതൻ്റെ പ്രാർത്ഥന നീ സൂക്ഷിക്കണം, കാരണം അതിൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടക്ക് മറയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസ്താവിച്ചിട്ടുള്ളതാണ്. ഈ മർദ്ദിതൻ 10 സ്വർഗാവകാശികളിൽ ഒരാളായ സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ആയാലത്തെ സ്ഥിതി പറയേണ്ടതുണ്ടോ?